വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം യിരെമ്യാ പ്രവചനം 33 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യം. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണു. കഫർന്നഹൂമിലെ സുനഗോഗ് പ്രമാണിയായിരുന്നു യായിറോസ്. യഹൂദർ ആരാധനയ്ക്കായി കൂടി വന്നിരുന്ന സ്ഥലമായിരുന്നു സുനഗോഗ്. മാത്രമല്ല, യഹൂദന്മാരുടെ ന്യായാധിപ സഭ കൂടി വന്നിരുന്നതും അന്ന് ശിക്ഷ കൽപ്പിക്കുന്നതും സുനഗോഗിൽ വെച്ചായിരുന്നു. സുനഗോഗിന് പ്രാർത്ഥനാലയം എന്നും പഠനസ്ഥലം, പാഠശാല എന്നും അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിന്റെ നാശത്തിനു ശേഷം സുനഗോഗായിരുന്നു അവരെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്ന ഏക കേന്ദ്രം. ശബത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടുക എന്നതാണ് സുനഗോഗിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനം. കുടുംബ പ്രതിനിധികളായ മൂപ്പന്മാരാണ് സുനഗോഗിലെ ഭരണം നിർവഹിച്ചിരുന്നത്. സുനഗോഗിന്റെ സൂക്ഷിപ്പിനും ആരാധനാ ചടങ്ങുകളുടെ ക്രമപരിപാലനത്തിനുമായി ഒന്നോ അതിലധികമോ പ്രമാണികളെ നിയമിച്ചിരുന്നു. അക്കൂട്ടത്തിലെ ഒരു പ്രമാണിയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ഒരുങ്ങുന്നത്. പള്ളിപ്രമാണി തൻ്റെ ആവശ്യവുമായി ദൈവ സന്നിധിയിലേക്ക് എത്തുന്നു. ഇതിലൂടെ വെളിവാകുന്ന യായിറോസിൻ്റെ ജീവിതത്തിലെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ക്ഷമയുടെ പര്യായമായ യായിറോസ്. ഇന്നത്തെ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അഥവാ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് ക്ഷമ. ഇവിടെ യായിറോസ് യേശുവിനെ സമീപിക്കുന്നു. യേശുവിൻ്റെ കാൽക്കൽ വീണ് അപേക്ഷിക്കുന്നു. തൻ്റെ കുഞ്ഞുമകൾ അത്യാസനത്തിൽ ഇരിക്കുന്നു. അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ച് പറയുന്നു. ഈ സംഭവങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ യായിറോസ് യേശു കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നു. തൻ്റെ വേദന പങ്കുവെക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാനസിക അവസ്ഥ ഉൾക്കൊള്ളുവാനും അവിടെ യേശുവിന് കഴിഞ്ഞു. യേശു പള്ളിപ്രമാണിയോടൊപ്പം പോകുന്നു. ഉടനെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. മരണത്തോട് മല്ലടിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ വീഴുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സമയം നഷ്ടമായി പോകുന്നു. പള്ളിപ്രമാണിയായ യായിറോസിൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ പ്രതികരണം എന്തായിരിക്കുമായിരുന്നു? യായിറോസ് അവിടെ ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. യേശു കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ സൗഖ്യം ഉറപ്പാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ഈ ഉറപ്പും ധൈര്യവും നമുക്കും ഉണ്ടാകണം. രണ്ടാമതായിട്ട്, ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു എന്ന് മനസ്സിലാക്കുന്ന യായിറോസ്. ആ സ്ത്രീയുടെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയായ യായിറോസിന്റെ ഒരു ശിഷ്യൻ വരുന്നു. വ്യസന സമേതം അദ്ദേഹം പറയുന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന്. ഒഴിവാക്കപ്പെട്ടാലും ഒറ്റപ്പെട്ടാലും മറ്റൊരാളെ അസഹ്യപ്പെടുത്തരുത് എന്ന് പറയാറുണ്ട്. ഇവിടെ നേരിട്ട താമസം മൂലം തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കുവാനായില്ല. നേരിട്ട താമസം മൂലം തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ താല്പര്യക്കുറവായിരുന്നു എന്നൊക്കെ യായിറോസിന് ചിന്തിക്കാം. എന്നാൽ ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് യേശു എന്ന ആ വലിയ സത്യം പള്ളിപ്രമാണി ഗ്രഹിച്ചിരുന്നു. നമ്മുടെയും പ്രാർത്ഥനാ വിഷയങ്ങളിൽ 3 തരത്തിലാണ് നമുക്ക് മറുപടി ലഭിക്കുന്നത്. ഒന്ന് എസ്, അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ വെയിറ്റ്. പലപ്പോഴും ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ തമ്പുരാൻ ഇടപെട്ടാൽ അവിടെ അസാധ്യമെന്ന ഒരു ചിന്തയ്ക്ക് സ്ഥാനമില്ല. ഇവിടെ യേശു പള്ളിപ്രമാണിയോട് പറയുന്നത് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. തുടർന്ന് മരണത്തിൻ്റെയും ജീവന്റെയും മേൽ അധികാരമുള്ളവനാണ് കർത്താവ് എന്ന് അനുഭവിച്ചറിയുവാൻ യായിറോസിന് സാധിക്കുന്നു. അങ്ങനെ ക്ഷമയുടെ പര്യായമായ യായിറോസിന് ജീവന്റെ മേൽ അധികാരമുള്ള യേശുവിൽ ഭയപ്പെടാതെ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞു. യായിറോസിന്റെ ഈ മാതൃകകൾ നമുക്കും പിന്തുടരാം. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ.
നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളിലും ഭയപ്പെടാതെ വിശ്വാസയാത്ര തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.